ജി സുധാകരന് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് KPCCയുടെ പരിപാടി മാറ്റി. ഇത് വല്ലാത്തൊരു തമാശയായി പോയി കോൺഗ്രസുകാരെ. നിങ്ങളിലുള്ള ഒരു നേതാവും കഴിവുള്ള ഒരാളല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണോ ഒരു പരിപാടി തന്നെ ഇടതുപക്ഷ നേതാവിനെ കിട്ടാത്തത് കൊണ്ട് മാറ്റിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വന്തം പാർട്ടിയിലെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തുടച്ചു മാറ്റിയിട്ടാണ് എതിർ പാർട്ടിയിലെ ജി സുധാകരന്റെ റോളിൽ കൈയിട്ട് നടക്കാനുള്ള ശ്രമം കോൺഗ്രസുകാർ നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം KPCCയുടെ തന്നെ മറ്റൊരു പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തിരുന്നു. അത് വലിയ സോഷ്യൽ മീഡിയ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. എന്നാൽ അത് രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിലും ചില കാര്യങ്ങളിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്ന് അന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്നിട്ടാണ് വീണ്ടും KPCCയുടെ തന്നെ മറ്റൊരു പരിപാടിയിലേക്ക് സുധാകരനെ തന്നെ ബോധപൂർവം ക്ഷണിച്ചത്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ കുഞ്ഞാമന്റെ എതിര് എന്ന പുസ്തകത്തിന്റെ സർഗ സംവാദത്തിനാണ് സുധാകരനെ ക്ഷണിച്ചിരുന്നത്. 2020 പുറത്തിറങ്ങിയ ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥാപരമായ പുസ്തകമാണ് കുഞ്ഞാമന്റെ എതിര്. അതിന്റെ പ്രസാധകർ പ്രിയദർശിനി എന്ന കോൺഗ്രസിന്റെ തന്നെ പബ്ലിക്കേഷൻസ് ആണ്. ജി സുധാകരനെ പുകഴ്ത്തുന്ന ധാരാളം ഭാഗങ്ങൾ അടങ്ങിയ പുസ്തകത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അധിക്ഷേപിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ ബുദ്ധിപൂർവമാണ് ജി സുധാകരനെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. സുധാകരനെ പുകഴ്ത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിപാടിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം ഉണ്ടാകുമെന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ അധിക്ഷേപിക്കുന്ന പരിപാടി എന്ന നിലയിൽ ഇതിന് പേരുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനിടയിൽ ചേരിപ്പോരിനും തമ്മിൽ തല്ലിനും ഇടയാക്കും എന്നുമുള്ള കോൺഗ്രസുകാരുടെ അതിബുദ്ധിയാണ് ഇതിനു പിന്നിൽ. ജി സുധാകരന് വളരെ അടുത്ത ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ എത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. ജി സുധാകരൻ ഇടതുപക്ഷവുമായി ചില അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നതും സത്യമാണ്. ആ ചെറിയ അഭിപ്രായ ഭിന്നതകളെ എരുതീയിൽ എണ്ണ ഒഴുകുന്നത് പോലെ ഊതിത്തെളിച്ച് കാട്ടുതീയാക്കി മാറ്റി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനിടയിൽ ചേരിപ്പോർ എന്ന പേരുണ്ടാക്കിയെടുക്കാനാണ് കോൺഗ്രസുകാർ വളരെ ബുദ്ധിപരമായി നീങ്ങിയത്. എന്നാൽ ഇത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം MA ബേബി നേരിട്ട് ജി സുധാകരനെ സന്ദർശിക്കുകയും അനുനയ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനകത്ത് എപ്പോഴൊക്കെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാലും അത് പുറത്തു വരാതെ പരിഹരിക്കാനുള്ള കഴിവ് സംഘടനാ നേതാക്കന്മാർക്കുണ്ട് എന്നത് തന്നെയാണ് കോൺഗ്രസുകാരിൽ നിന്ന് ഇടതുപക്ഷത്തെ എപ്പോഴും വേറിട്ട് നിർത്തുന്ന വലിയൊരു കാര്യം. ഇപ്പോഴും KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി സുധാകരൻ കോൺഗ്രസിനകത്ത് തമ്മിൽ തല്ലി ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനു പുറമെ DCC ആകെ അഴിച്ചുപണി നടത്തുമെന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പും കോൺഗ്രസുകാർക്കിടയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചേരിപ്പോര് രൂക്ഷമാക്കിയിട്ടുണ്ട്. അതിന്റെ ചീത്തപ്പേര് ഇപ്പോൾ ധാരാളമുണ്ട്. സ്വന്തം ചീത്തപ്പേര് മാറ്റാനോ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കി അടുത്ത പാർട്ടിയിൽ കൂടി തമ്മിൽ തല്ലുണ്ടാക്കി ഇതൊരു സ്ഥിരം രാഷ്ട്രീയ പരിപാടിയാണ് എന്നും ഞങ്ങൾ മാത്രമല്ല അവരുമുണ്ട് എന്നും കൂടിയുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാമെന്ന് കരുതി കാണും. പക്ഷേ അത് അട്ടപടലം ചീറ്റിപ്പോയി.